ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ആപ്പിൾ ഫാം വിസിറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പം നാട്ടിലിരിക്കുമ്പം മാവും നെല്ലിയും ചാമ്പയൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് ആപ്പിൾ ഫാം വിസിറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഒരു ഫാം സെറ്റപ്പിലാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ ഫാം നോക്കാനൊന്നും ആരും ഇല്ലാണ്ട് ഇങ്ങനെ നോട്ടക്കാരൊന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ആപ്പിൾ ട്രീകൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ ഫാമിൽ എനിക്ക് തോന്നുന്നു ഒരു 10-15 വെറൈറ്റീസ് ഓഫ് ആപ്പിളെങ്കിലും ഉണ്ട്. ഇത് ഗ്രീൻ ആപ്പിൾ ആണ്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ കണ്ടത് ഈ ഗ്രീൻ ആപ്പിളിൻ്റെ മരമാണ്. ഇത് റെഡ് ആപ്പിൾ ആണ്. റെഡ് ആപ്പിളും ഗ്രീൻ ആപ്പിളും ഒക്കെ ആയിട്ട് ഒരുപാട് വെറൈറ്റീസും ഒരുപാട് ടേസ്റ്റുള്ള ആപ്പിളും അവിടെ ഉണ്ടായിരുന്നു. അപ്പം തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ ആപ്പിൾ തന്നെ പല ടേസ്റ്റിൽ കിട്ടും എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി ആപ്പിൾ വാങ്ങിച്ചാൽ തന്നെ എല്ലാം ഏകദേശം ഒരു ടേസ്റ്റ് ആയിരിക്കും. പുളിയുള്ള ആപ്പിൾ, മധുരമുള്ള ആപ്പിൾ, ഈ രണ്ട് കോമ്പിനേഷൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ആപ്പിളിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായത്. ക്രഞ്ചി ആപ്പിൾ ഉണ്ട്, മധുരം ഭയങ്കര കൂടിയ ആപ്പിളുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആപ്പിളുകളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ആപ്പിൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ വെറൈറ്റി ആപ്പിളുണ്ട്. അപ്പോൾ ഒത്തിരി ആപ്പിൾ വെറൈറ്റീസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. അപ്പം ഒരു 10-15 ആപ്പിൾ ട്രീ എങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആപ്പിൾ ട്രീകളാണ്. ചില ആപ്പിൾ ട്രീകൾ ആപ്പിളൊക്കെ ഫുള്ള് നിലത്ത് വീണ് എല്ലാം ചീഞ്ഞ് കിടക്കുകയാണ്. ഇത് ഗ്രീൻ ആപ്പിളാണ്. എനിക്ക് റെഡ് ആപ്പിളിനെക്കാളും കുറച്ചുകൂടി ഇഷ്ടം ഗ്രീൻ ആപ്പിളാണ്. അപ്പോൾ ഈ ഗ്രീൻ ആപ്പിളിൻ്റെ മരത്തിലൊക്കെ തൊടുമ്പോൾ തന്നെ ഫുള്ള് മൂത്ത ആപ്പിളുകളായതുകൊണ്ട് തന്നെ എല്ലാം താഴെ വീണ് പോവുകയാണ്. ഈ കാണുന്നതും ഗ്രീൻ ആപ്പിളാണ്. ഈ മരത്തിലെ ആപ്പിൾ അത്ര മൂത്തിട്ടില്ല. ഈ ആപ്പിൾ മരം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ആപ്പിൾ മരമാണ്. പക്ഷേ അതിൽ എന്തോരം ആപ്പിളാണ്, അത് കൗണ്ട് ചെയ്യാൻ പോലും പറ്റില്ലാത്ത അത്രത്തോളം ആപ്പിളാണ്. ഈ ഒരു കൊമ്പ് കണ്ടോ? ഈ കൊമ്പിലെ ആപ്പിളിൻ്റെ കനം കാരണം ആ കൊമ്പിന് തന്നെ അത് താങ്ങാൻ പറ്റാത്തതുകൊണ്ട് അത് ഒടിഞ്ഞു കുത്തിയ പോലെ താഴേക്ക് കിടക്കുകയാണ്. ആ ഒരു കൊമ്പിൽ തന്നെ എത്ര ആപ്പിളാണ് ഉള്ളതെന്ന് കണ്ടോ? അപ്പോൾ ഇതൊന്നും മൂത്തിട്ടില്ല. ഈ ആപ്പിൾ അച്ചാറിട്ടാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആപ്പിൾ മരം കണ്ടില്ലേ? നിറഞ്ഞ ആപ്പിൾ, ആ ഒരു ചുറ്റും ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ കൊമ്പ് ഒടിഞ്ഞ പോലെ നിലത്തേക്ക് ചാഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഒന്നും ആർക്കും ആപ്പിൾ വേണ്ടയാവോ? എല്ലാവരും കഴിച്ച് മടുത്ത് കിടക്കുമായിരിക്കും. ഇവിടുത്തെ കിളികൾക്ക് പോലും ആപ്പിൾ വേണ്ടാന്ന് തോന്നുന്നു. പിന്നെ ഈ ആപ്പിൾ തോട്ടത്തിൽ ഏറ്റവും മധുരമുള്ള ആപ്പിൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഞങ്ങളെ സഹായിച്ചത് കിളി തന്നെയാണ് കേട്ടോ. കാരണം കിളി കൊത്തി കിടക്കുന്ന ആപ്പിളുള്ള മരത്തിൻ്റെ ചുവട്ടിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ആപ്പിൾ പറിച്ച് തിന്ന് നോക്കിയാൽ അറിയാം നല്ല ഫ്രഷായിട്ട് നല്ല മധുരമുള്ള ആപ്പിളാണ്. പക്ഷേ ബാക്കിയുള്ള മരത്തിലെ ആപ്പിളൊന്നും കിളിക്ക് പോലും വേണ്ട. പക്ഷേ ഈ ആപ്പിളൊക്കെ നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആപ്പിളിനേക്കാൾ എത്രയോ ബെസ്റ്റ് ആയിട്ടുള്ള ആപ്പിളുകളാണ് ഈ മരത്തിലെല്ലാം ഉള്ളത്. അപ്പം മൂത്തതും മൂക്കാത്തതും ആയിട്ടുള്ള കുറേ ആപ്പിളുകളുണ്ട് അവിടെ. അപ്പം മൂക്കാത്ത ആപ്പിളാണെങ്കിലും നമ്മൾ നല്ല നാട്ടിൽ നല്ല ചെനച്ച മാങ്ങയില്ലേ, അത് കഴിക്കും പോലെയാണ്, ആ ടേസ്റ്റാണുള്ളത്. അപ്പോൾ ഈ കാണുന്ന മരങ്ങൾ മുഴുവൻ ആപ്പിൾ മരങ്ങളാണ്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1/2 ഏക്കറിലുണ്ട് ഈ ഒരു ആപ്പിൾ ഫാം എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ കുഞ്ഞു മരങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് മാങ്ങ പറിക്കാൻ മരത്തിൽ കയറിയൊക്കെ ശീലമുള്ളത് കാരണം ഞങ്ങൾ മരത്തിൽ കയറിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും നല്ല പഴുത്തതുമായിട്ടുള്ള കുറേ ആപ്പിളുകൾ പറിച്ചെടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആപ്പിൾ അവിടെ നിന്ന് തന്നെ കഴിച്ചു. കുറച്ചെണ്ണം വീട്ടിൽ കൊണ്ടുവന്നു. കുറേ നാളത്തേക്ക് അത് കഴിക്കാനുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.